കണ്ണൂർ വിഷൻ ജില്ലയിലെ ഏറ്റവും മികച്ച മാധ്യമ സ്ഥാപനമായി വളർന്നുവെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. പ്രാദേശിക വാർത്തകൾക്ക് ജനങ്ങൾ ആശ്രയിക്കുന്നത് കണ്ണൂർ വിഷനെ. അത് കൂടുതൽ മികവോടെ ഇനി ജനങ്ങളിലെത്തും. സത്യസന്ധത മുറുകെ പിടിച്ച് ഇനിയും മുന്നോട്ടു പോകാൻ കണ്ണൂർ വിഷൻ ആകട്ടെ എന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ വിഷൻ ടവർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ചാനലായി കണ്ണൂർ വിഷന് മാറാൻ സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പ്രാദേശിക വാർത്ത അറിയാൻ ജനങ്ങൾ ആശ്രയിക്കുന്ന മാധ്യമമായി കണ്ണൂർ വിഷൻ മാറി. കണ്ണൂർ വിഷൻ ഒരു മാതൃകയാണ്, ഒരു ബദലാണ്. കണ്ണൂർ ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ സംഘം ചേർന്ന് രൂപീകരിച്ച കേബിൾ TV ചാനലാണ് കണ്ണൂർ വിഷൻ എന്നുള്ളത് നമുക്കറിയാം. 1.5 പതിറ്റാണ്ട് നീണ്ട പ്രവർത്തനത്തിനിടെ കണ്ണൂർ ജില്ലയുടെ ഒരു പ്രധാന ചാനലായി മാറാൻ കണ്ണൂർ വിഷൻ സാധിച്ചു. പ്രാദേശിക സംഭവവികാസങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം പൊതുവെ ആളുകൾക്കുണ്ടാകും. ഇന്ന് പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയകൾ പോലും കൊച്ചു വാർത്തകളെ തേടിപ്പോകുന്ന ഒരു കാലമാണ്. കാരണം ഓരോരുത്തർക്കും പ്രാദേശികമായ വിഷയങ്ങൾ അറിയാൻ താല്പര്യം പൊതുവെ വരും. പ്രാദേശിക സംഭവവികാസങ്ങളെ അറിയാൻ ജനങ്ങൾ ആശ്രയിക്കുന്ന മാധ്യമമാണ് കണ്ണൂർ വിഷൻ. കണ്ണൂർ വിഷൻ ടവറിന്റെ ഉദ്ഘാടന ചടങ്ങിലും മാധ്യമങ്ങൾക്കെതിരെ അതിനിശിതമായ വിമർശനമാണ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉയർത്തിയത്. മാധ്യമങ്ങൾ തമ്മിൽ വലിയ മത്സരമാണ് നടക്കുന്നത്. അനാരോഗ്യകരമായ മത്സരത്തിൽ ക്രോസ് ചെക്കിംഗ് പോലും നടക്കുന്നില്ല. തെറ്റായ വാർത്തകൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു പോകാൻ പലപ്പോഴും മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല. ഒരു മാധ്യമം അനാരോഗ്യകരമായ ഒരു വാർത്ത കൊടുത്താൽ ആ രീതി തെറ്റാണെന്ന് വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ പലരും പറയുമെന്നല്ലാതെ അത് തുറന്നു കാണിക്കാൻ പലപ്പോഴും പലരും തയ്യാറാകുന്നില്ല. ക്രോസ് ചെക്കിംഗ് പോലും നടത്താതെ വാർത്തകൾ കൊടുക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ വാർത്തകളോട് സത്യസന്ധത വെച്ച് പുലർത്താൻ വേണ്ടി പല മാധ്യമങ്ങൾക്കും സാധിക്കാത്ത പ്രശ്നം വരുന്നു. നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന എത്ര മാധ്യമങ്ങൾക്ക് സേവന താൽപര്യം മുൻനിർത്തി മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അത്തരമൊരു ആത്മപരിശോധന പൊതുവെ മാധ്യമങ്ങൾ നടത്തേണ്ടതുണ്ട്. മാധ്യമങ്ങളുടെ തെറ്റായ രീതി ഇന്ന് തുടങ്ങിയതല്ല. ഗാന്ധിജി അടക്കം ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന എത്ര മാധ്യമങ്ങൾക്ക് സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. തൊഴിൽ മേഖലയിൽ ഇന്ന് പലവിധ പ്രശ്നങ്ങളുണ്ട്. മാധ്യമ മേഖലയിലാണ് ആ പ്രശ്നം ഏറ്റവും രൂക്ഷം. ഉടമകളുടെ താൽപര്യത്തിന് എതിരായി വാർത്ത കൊടുക്കാൻ മാധ്യമപ്രവർത്തകന് ആവില്ല. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സ്വാതന്ത്ര്യമില്ലാത്ത വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ. സർക്കാരിനെതിരെ വിമർശനം വേണം, എന്നാൽ നുണ പലതവണ ആവർത്തിക്കുന്നത് മാധ്യമപ്രവർത്തനമെന്ന് പറയാൻ കഴിയില്ല. മാധ്യമ വാർത്തകളെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഒരു പ്രതിനിധിക്കും കെട്ടിവെച്ച കാശുപോലും കിട്ടില്ലായിരുന്നുവെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. 2016 മുതൽ 2021 വരെ ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനെ ദൈനംദിനം ആ നിലയിൽ വേട്ടയാടി. പക്ഷെ ജനങ്ങൾ പൊതുവെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2021 തെരഞ്ഞെടുപ്പ് ഫലം. വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാകാം. കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയകൾ നൽകിയ വാർത്തകൾ വിശ്വസിച്ച് ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയിരുന്നെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പല സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച പണം നഷ്ടമാകുമായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയ തെറ്റായ വാർത്തകളുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടിയായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം. അത് ഞാനിപ്പോൾ ഇടതുപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ട് പറയുന്നതല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തകർക്കാകെ ഒരു പാഠമാണ്. മാധ്യമപ്രവർത്തകർക്ക് ഉടമകൾ സ്വാതന്ത്ര്യം നൽകണം. വാർത്തകൾ സത്യസന്ധമായി അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവർക്ക് നൽകേണ്ടത്. എങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂവെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.